സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിച്ചിലേക്ക് സ്വാഗതം. നിങ്ങൾ ദുഷിക്കുന്ന വേണ്ടി പ്രാർത്ഥനയിൽ എന്ന പേര് വിളിക്കും. പ്രാർത്ഥന നമ്മെ നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബന്ധങ്ങളെയും ദൈവത്തോട് എന്നറിയപ്പെടുന്ന വ്യക്തി അതിലേക്ക് പ്രവേശിപ്പാനും അതിന്റെ കാഴ്ചപ്പാട് അതിലേക്ക് കൊണ്ടുവരാനും അനുവദിക്കുന്നു. കുടുംബത്തിലാണ് ജനിച്ചത്. പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും അവൻ സമർപ്പിക്കുക എന്ന പ്രവൃത്തി സാവധാനം ഉറപ്പായും നമ്മുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കുകയും മാറ്റാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. നമ്മൾ ശത്രുക്കളെ സ്നേഹിപ്പാനുള്ള യേശുവിന്റെ ആഹ്വാനം പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ അതിശയിക്കുന്നില്ല. നിങ്ങളെ ദുഷിക്കുന്നവൻ പ്രാർത്ഥിപ്പിൻ. അറിഞ്ഞു ദൈവത്തിന്റെ കണ്ണുകളിലൂടെയും ആത്മാവിന്റെ സഹായത്തോടെ ഹൃദയങ്ങളിലൂടെയും സ്നേഹിക്കപ്പെടുവാനുള്ള ഒരു വ്യക്തിയെ കാണുവാൻ നാം പഠിക്കണം. ബാക്കി പണം നിങ്ങളുടെ ജീവിതത്തിലൂടെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഔദാര്യത്തിന്റെ പേരിൽ ആദരിക്കപ്പെട്ടു. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയുക? പ്രാർത്ഥിക്കാൻ സ്നേഹമുള്ള ദൈവമേ, എന്നെ വേദനിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തവരെ കുറിച്ച് എനിക്ക് എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയാം. അങ്ങ് അവരെ സ്നേഹിക്കുന്നതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുകമ്പയുടെയും ഹൃദയം എനിക്ക് തരണം. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഏറ്റവും അഗാധമായ സമ്മാനം കൊണ്ടുവന്നു എന്ന് നിക്കോളാസ് അറിയാമായിരുന്നു. അതായത് ദൈവം നമ്മോടുകൂടെ ആയ യേശു. മത്തായി സുവിശേഷം 1:21 അവൻ നമുക്ക് ജീവന്റെ സമ്മാനം കൊണ്ടുവന്നു. മരണത്തിന് ലോകത്തിൽ അവൻ തൻ്റെ ജനത്തെ അവർ പാവത്തിൽ നിരീക്ഷിക്കുന്നു. നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ ത്യാഗപരമായ ഔദാര്യം വെളിപ്പെടുന്നു. നാം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഔദാര്യം കാണിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നൽകുന്നതിന് പോലെ നാം മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ നൽകുന്നു. ഇത് സെയിൻറ്റ് നിക്കോളാസിൻ്റെ കഥയാണ്. എന്നാൽ അതിലുപരി ഇത് ദൈവത്തിൻ്റെ കഥയാണ്. സമ്മാനം നൽകുന്നതിലെ നിങ്ങളുടെ അനുഭവം എന്താണ്? അത് നിർബന്ധമോ, സൗജന്യമോ, സന്തോഷകരമോ? യേശുവിൻ്റെ ജീവിതം നിങ്ങളുടെ ഉദാരമനസ്കതയെ എങ്ങനെയാണ് മാറ്റുന്നത്? പ്രാർത്ഥിക്കാൻ ദൈവമേ, എനിക്ക് ഉദാരമനസ്കനാകണം, പക്ഷേ എനിക്കത് അനുഭവപ്പെടുന്നില്ല. യഥാർത്ഥ ഔദാര്യം പ്രാവർത്തികമാക്കാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.